നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, അതെല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് എവിടെ? അല്ലെങ്കിൽ വേറെ രീതിയിൽ ഈ ചോദ്യം ചോദിക്കും, ലോകത്തിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വരുന്നത് കോഴിക്കോട് എന്നാണ്. എവിടെയാണ്? കോഴിക്കോട്, അല്ലേ? അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അടുത്തറിയുന്നതിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർക്ക് ഗവേഷണം നടത്തുന്നതിനുമൊക്കെയുള്ള സൗകര്യമുള്ള ഒരു സ്ഥാപനം. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ലോകത്തിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് കോഴിക്കോടാണ്. ഈ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ് അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം കോഴിക്കോട് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ട് വരാം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അല്ലേ? മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നമുക്ക് അറിയാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. പക്ഷേ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കൂലി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെയല്ല. ഈ അടുത്ത കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനത്തിൽ ചെറിയ വർധനവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിലെ ഒരു തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളിക്ക് ഇപ്പോൾ എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. നേരത്തെ അത് 333 രൂപയായിരുന്നു. അത് തന്നെ വർദ്ധിപ്പിച്ചത് 2023 അതിനു മുമ്പ് അതിലും കുറവായിരുന്നു. ഇപ്പോൾ എത്രയാണ്? 346 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഒരു തൊഴിലാളിക്ക് ഇപ്പോൾ എത്ര രൂപ ദിവസവേതനം ലഭിക്കും എന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. ഞാൻ പറഞ്ഞു, എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ കൂലിയല്ല, അതിന് പല ഘടകങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് ഈ കൂലിയിൽ വ്യത്യാസം വരും. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ ദിവസവേതനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്തിനാണ് എന്ന് ചോദിച്ചാൽ ഹരിയാനയ്ക്കാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ ദിവസവേതനം ലഭിക്കുന്നത് ഹരിയാനയ്ക്കാണ്. ഏറ്റവും കുറച്ച് ദിവസവേതനം ലഭിക്കുന്നത് 2 സംസ്ഥാനങ്ങൾക്കാണ്, നാഗാലാൻഡിനും അരുണാചൽ പ്രദേശിനുമാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ്? നാഗാലാൻഡിനും അരുണാചൽ പ്രദേശിനും. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഒരു തൊഴിലാളിക്ക് എത്ര രൂപയാണ് ഇപ്പോൾ കൂലിയായി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. 2024 മാർച്ച് 30 കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷിക ദിനമാണ്. 2024 മാർച്ച് 30 എന്ന് പറയുന്നത് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷിക ദിനമാണ്. ഏത് ചരിത്ര സംഭവം എന്ന് ചോദിച്ചിട്ട് ചില ചരിത്ര സംഭവങ്ങൾ ചോയ്സിൽ തരും. ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത്തെ വാർഷികമാണ് 2024 മാർച്ച് 30, 100ാം വാർഷിക ദിനം, അല്ലെ? വൈക്കം സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 924. ഈ പറഞ്ഞ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് 2023 ആ തുടക്കം കുറിക്കുന്നത്, അത് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് 2023 കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 2024 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക ദിനമായിരുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക.
ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 2019 പൗരത്വ നിയമ ഭേദഗതി. 2019 പൗരത്വ നിയമ ഭേദഗതി. ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരളം, അല്ലേ? 2019 പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം. ഇത് വീണ്ടും ഇപ്പോൾ വാർത്തയിൽ വന്നു. 2019 പൗരത്വ നിയമ ഭേദഗതി വീണ്ടും വാർത്തയിൽ വന്നു. എങ്ങനെയാണ് വാർത്തയിൽ വന്നത്? 2019 പൗരത്വ നിയമ ഭേദഗതി പ്രകാരമുള്ള ചട്ടങ്ങൾ, ഈ നിയമം ഉണ്ടാക്കിയല്ലോ, അത് പ്രകാരമുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയത് അല്ലെങ്കിൽ പുറത്ത് ഇറക്കിയത് എന്നാണ് 2024 മാർച്ച് 11-നാണ്. അപ്പോൾ ഇത് വീണ്ടും വാർത്തയിൽ വന്നു. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. 2019 പൗരത്വ നിയമ ഭേദഗതി. ഈ പൗരത്വ നിയമ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് അനധികൃതമായി കുടിയേറി പാർത്തിട്ടുള്ള പൗരന്മാർക്ക്, മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് 2019 എന്താണ്? പൗരത്വ നിയമ ഭേദഗതി, അല്ലേ? 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് അഭയാർത്ഥികളായി അല്ലെങ്കിൽ അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ആൾക്കാർക്ക് പൗരത്വം നൽകുന്നതാണ്. അപ്പോൾ അവിടെ പൗരത്വം നൽകുക എന്ന് പറയുമ്പോൾ 3 രാജ്യങ്ങൾ ഓർത്തു വയ്ക്കണം. ഏതൊക്കെയാണ് ആ 3 രാജ്യം? ഒന്ന് ബംഗ്ലാദേശ്, വേറൊന്ന് അഫ്ഗാനിസ്ഥാൻ, വേറൊന്ന് പാകിസ്ഥാൻ. ഈ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ എല്ലാവർക്കുമല്ല, 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് പൗരത്വം കൊടുക്കുന്നത്. അപ്പോൾ അത് 3 രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് 2019 ഈ നിയമ ഭേദഗതി പ്രകാരം പൗരത്വം നൽകുന്നത്. അപ്പോൾ ആ 6 മതവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്കറിയാം, ഒന്ന് ഹിന്ദുമതം. ഈ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുള്ള ഹിന്ദുവിന് പൗരത്വം കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യന് പൗരത്വം കിട്ടും, സിഖുകാരന് പൗരത്വം കിട്ടും, പാഴ്സിക്ക് പൗരത്വം കിട്ടും. പിന്നെ ബുദ്ധ ജൈന മതവിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കും. ആ മതവിഭാഗങ്ങളിൽ പെടുന്നവർക്ക്, അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം ലഭിക്കും. മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവർക്ക് പൗരത്വം ലഭിക്കത്തില്ല. അതാണ് ഇവിടെ ഈ പറഞ്ഞ വിവാദമായത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഏതൊക്കെയാണ് 3 രാജ്യങ്ങൾ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പൗരത്വം ലഭിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ നിയമം, ഈ പറഞ്ഞ ബില്ല് ലോക്സഭ പാസാക്കി. 2019 ഡിസംബർ 9 ലോക്സഭ പാസാക്കി, 2019 ഡിസംബർ 11 രാജ്യസഭ പാസാക്കി. ആ പാസാക്കിയ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിട്ടത് 2019 ഡിസംബർ 12-നാണ്. അതായത് പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നത്, അല്ലെങ്കിൽ അതിന് പ്രസിഡന്റ് അംഗീകാരം കൊടുത്തത് എന്ന് ചോദിച്ചാൽ 2019 ഡിസംബർ 12-നാണ്. ഇപ്പോഴത്തെ വാർത്ത എന്താണ്? ആ നിയമ ഭേദഗതി പ്രകാരമുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയത് 2024 മാർച്ച് 11-നാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. വാർത്തയിൽ വന്ന കാര്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയുടെ പ്രഥമ വിന്റർ ആർട്ടിക് പര്യവേഷണം, ഇന്ത്യയുടെ പ്രഥമ വിന്റർ ആർട്ടിക് പര്യവേഷണം, അതുമായിട്ട് സഹകരിച്ച കേരളത്തിലെ സർവകലാശാല, അല്ലെങ്കിൽ അതിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ MG സർവകലാശാല. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ സഹകരിച്ച പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ MG സർവകലാശാലയാണ്. അവിടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം, ആ ഭാഗത്തുനിന്ന് വേറെയും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. GK ഭാഗത്താണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേഷണം, അതുപോലെ തന്നെ ആർട്ടിക് പര്യവേഷണം, അല്ലേ? അന്റാർട്ടിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിയുടെ ഏത് ഭാഗത്താണ്? ദക്ഷിണ ധ്രുവത്തിലാണ്, അതായത് സൗത്ത് പോളിലാണ്. അന്റാർട്ടിക്ക വരുന്നത് ഭൂമിയുടെ സൗത്ത് പോളിലാണ്, അല്ലേ? ആർട്ടിക് മേഖല എന്ന് പറയുന്നത് എവിടെയാണ്? ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലാണ്, നോർത്ത് പോളിലാണ്. നമുക്കറിയാം അന്റാർട്ടിക്കയിൽ ഇന്ത്യക്ക് പര്യവേഷണത്തിനായിട്ട് സ്ഥിരം കേന്ദ്രങ്ങളുണ്ട്. അതാണ് ദക്ഷിൺ ഗംഗോത്രി, മൈത്രി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാരതി. ഇത് 3 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ സ്ഥിരം പര്യവേക്ഷണ കേന്ദ്രങ്ങളാണ്, സ്ഥിരം പര്യവേക്ഷണ സ്റ്റേഷനുകളാണ് ഏതൊക്കെ? ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. അതിൽ ദക്ഷിണ ഗംഗോത്രി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, മഞ്ഞിനടിയിലായി പോയി. ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൈത്രിയും പിന്നെ ഏതുമാണ്? ഭാരതിയുമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് വിന്റർ ആർട്ടിക് പര്യവേഷണം എന്നാണ്.
ആർട്ടിക് മേഖലയിൽ ഇങ്ങനെയുള്ള പരിവേഷണങ്ങൾക്ക് ഒരു സ്ഥിരം സ്റ്റേഷൻ ഇന്ത്യക്കുണ്ട്. അതാണ് ഹിമാദ്രി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആർട്ടിക് മേഖലയിൽ ഇന്ത്യയുടെ പരിവേഷണത്തിനായുള്ള സ്ഥിരം കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഹിമാദ്രിയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. എന്തായാലും ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പരിവേഷണത്തിൽ പങ്കാളിയായിട്ടുള്ള കേരളത്തിലെ സർവകലാശാല എന്ന് ചോദിച്ചാൽ MG സർവകലാശാലയാണ്. സർവകലാശാലയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു സർവകലാശാലയിലോട്ട് വരാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഈ അടുത്ത കാലത്തായിട്ട് നിലവിൽ വന്ന സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ആ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആര് എന്ന് മുമ്പൊരിക്കൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിരുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? മുബാറക് പാഷയായിരുന്നു. ആരായിരുന്നു? മുബാറക് പാഷയായിരുന്നു അല്ലേ. ആ മുബാറക് പാഷ രാജിവെച്ചു. ഗവർണറുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ മുബാറക് പാഷ രാജിവെച്ചു. ആ മുബാറക് പാഷയുടെ സ്ഥാനത്ത് 2024 മാർച്ചിൽ പുതിയ ഒരു വൈസ് ചാൻസലർ നിയമിക്കപ്പെട്ടു. ആരാണ് അദ്ദേഹം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ VP ജഗതിരാജാണ്. ആരാണ്? ഡോക്ടർ VP ജഗതിരാജാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് ആദ്യമായി പുറത്തിറക്കിയ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലാ പഞ്ചായത്താണ്. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് പരിസ്ഥിതി മലിനീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ ജില്ലാ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ വയനാട് ജില്ലാ പഞ്ചായത്താണ്. നല്ല ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. പോക്സോ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പോക്സോ നിയമം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഏത്? പോക്സോ നിയമം. ആ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമവകുപ്പ് ഒരു ഹ്രസ്വ ചിത്രം ഈ അടുത്ത കാലത്ത് പ്രദർശിപ്പിച്ചിരുന്നു. പ്രദർശിപ്പിച്ചത് വിക്ടേഴ്സ് ചാനലിലൂടെയാണ് അല്ലെ. ഒരു വിദ്യാഭ്യാസ ചാനലുണ്ട്, വിക്ടേഴ്സ് ചാനൽ. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയാണ് ആ ഹ്രസ്വ ചിത്രം പ്രദർശിപ്പിച്ചത്. അപ്പോൾ ആ ഹ്രസ്വ ചിത്രത്തിൻ്റെ പേരെന്ത് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം. മാറ്റുലി. അപ്പോൾ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമവകുപ്പ് നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണ് ഏത്? മാറ്റൊലി എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രം അല്ലേ. പോക്സോയുടെ കാര്യം പറയുമ്പോൾ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. വരുന്ന അധ്യയന വർഷം മുതൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പുസ്തകത്തിൽ ഒരു നിയമത്തെക്കുറിച്ച് എന്ത് ചെയ്യും? പഠിക്കാനായിട്ട് നൽകുന്നുണ്ട്. ഏതാണ് ആ നിയമം എന്ന് ചോദിച്ചാൽ പോക്സോ നിയമമാണ്. അപ്പോൾ വരുന്ന അധ്യയന വർഷം മുതൽ കുട്ടികളുടെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഏത് നിയമമാണ്? കേരള വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയത് ഏത് നിയമമാണ് എന്ന് ചോദിച്ചാൽ ഏത് നിയമമാണ്? പോക്സോ നിയമമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ടെക്നോളജി സഭ അവാർഡ് 2024 ടെക്നോളജി സഭ അവാർഡ് ഒരുപക്ഷെ നിങ്ങൾ ആദ്യം കേൾക്കുന്നതായിരിക്കും. അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള IT സംരംഭങ്ങൾക്ക് അതിൻ്റെ മികവിന് നൽകുന്ന പുരസ്കാരമാണ് ടെക്നോളജി സഭ അവാർഡ്. സർക്കാരിന് കീഴിലുള്ള IT സംരംഭങ്ങൾക്ക് അവരുടെ മികവിന് നൽകുന്ന പുരസ്കാരമാണ് ഏത്? ടെക്നോളജി സഭ അവാർഡ്. 2024 ടെക്നോളജി സഭ അവാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ലഭിച്ചിരിക്കുന്നത് കൈറ്റിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിക്ടേഴ്സ് ചാനലൊക്കെ കൈറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് വരുന്നത്. അപ്പോൾ 2024 ടെക്നോളജി സഭ അവാർഡ് നേടിയത് ഏത് സ്ഥാപനമാണ്? കൈറ്റാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കൈറ്റിൻ്റെ പൂർണ്ണ രൂപവും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കൈറ്റിൻ്റെ പൂർണ്ണ രൂപം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. കൂൺ ഗ്രാമം പദ്ധതി. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കൂൺ ഗ്രാമം പദ്ധതി.
കൂൺ ഗ്രാമം പദ്ധതി പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് കൂൺ ഗ്രാമം പദ്ധതി. അതായത് പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള കൃഷി വകുപ്പ് അവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂൺ ഗ്രാമം പദ്ധതി. അപ്പോൾ പട്ടികവർഗ മേഖലയിലെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? കൂൺ ഗ്രാമം പദ്ധതി. ആ പദ്ധതി പ്രകാരം ആദ്യ കൂൺ ഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അപ്പോൾ കൂൺ ഗ്രാമം പദ്ധതി പ്രകാരം കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ ബഹുമതി ലഭിച്ചത് ഏത് ഗ്രാമപഞ്ചായത്തിനാണെന്ന് ചോദിച്ചാൽ നന്ദിയോട് ഗ്രാമപഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നന്ദിയോട്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കൂൺ ഗ്രാമം പദ്ധതി, ആ കൂൺ ഗ്രാമം പദ്ധതി പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഹുമതി നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ നന്ദിയോട് ഗ്രാമപഞ്ചായത്താണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ട് വരാം. ഒരു ജനകീയ പ്രചരണ പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ ജനകീയ പ്രചരണ പരിപാടി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ഒരു ജനകീയ പ്രചരണ പരിപാടിയായിരുന്നു, ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ജീവിതശൈലി രോഗങ്ങൾ അല്ലേ, അതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് നമ്മളിൽ പല ആൾക്കാരും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ പ്രചരണ പരിപാടി, ആ പരിപാടിക്ക് പേര് കൊടുത്തത് നെല്ലിക്ക എന്നുള്ളതാണ്. ആ പ്രചരണ പരിപാടി ഏത് ജില്ലാ ഭരണകൂടമാണ് നടപ്പിലാക്കിയത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. മലപ്പുറം ജില്ലാ ഭരണകൂടം. അപ്പോൾ മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ നടന്ന ജനകീയ പ്രചരണ പരിപാടിക്ക് കൊടുത്തിരുന്ന പേരെന്താണ്? നെല്ലിക്ക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം, നല്ല ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ചേർത്തലയിലാണ്. എവിടെയാണ്? ചേർത്തലയിലാണ്. അപ്പോൾ കൂട്ടുകാർക്കൊരു സംശയം വരും, എന്താണ് മാരിടൈം ക്ലസ്റ്റർ? മാരിടൈം എന്ന് പറയുന്നത് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങൾ, അതിൻ്റെ ഒരു ശൃംഖല, അതിനെയാണ് നമ്മൾ മാരിടൈം ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ സംസ്ഥാനത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ, വ്യവസായ ശൃംഖല, സമുദ്രവുമായി ബന്ധപ്പെട്ട വ്യവസായ ശൃംഖല നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ചേർത്തലയിലാണ്, ആലപ്പുഴ ജില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ മെഗാ സീ ഫുഡ് പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ മെഗാ സീ ഫുഡ് പാർക്ക് എവിടെയാണ് നിലവിൽ വന്നത്? ചേർത്തലയിലാണ്. അതേ ചേർത്തലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം വിഴിഞ്ഞം സീ പോർട്ട്, അതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാവും. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വിഴിഞ്ഞം സീ പോർട്ട് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ CEO ആയിട്ട് 2024 മാർച്ചിൽ നിയമിക്കപ്പെട്ടത് ആരാണ്? വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ CEO ആയിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് 2024 മാർച്ചിൽ നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ശ്രീകുമാർ K. നായരാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത 101%. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ CEO ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? ശ്രീകുമാർ K. നായർ. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ആഴക്കടലിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് പുതിയ ഇനത്തിലുള്ള ഒരു ജീവിയെ കണ്ടെത്തി. കേരളത്തിലെ ആഴക്കടലിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് പുതിയ ഇനത്തിലുള്ള ഒരു ജീവിയെ കണ്ടെത്തി. ഒരു പരാത ജീവിയാണ്. മത്സ്യങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ ചെകിളപ്പൂക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പരാത ജീവിയാണ്. ആ പരാത ജീവിക്ക് കൊടുത്തിരിക്കുന്ന പേരെന്ത് എന്ന് മനസ്സിലാക്കിക്കോണം. ബ്രൂസ്തോവ ഇസ്രോ. ബ്രൂസ്തോവ ഇസ്രോ അല്ലേ. അപ്പം ബ്രൂസ്തോവ ഇസ്രോ എന്ന്
എന്ന് പറയുന്നത് കേരളത്തിലെ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള ഒരു ജീവിയാണ്. അതൊരു പരാത ജീവിയാണ്. ഇസ്രോ എന്നുള്ള പേര് കണ്ടോ? ISRO. ISRO എന്നുള്ളത് ചുരുക്കിയാണ് ഇസ്രോ എന്ന് പറഞ്ഞേക്കുന്നത്. ISROയുടെ പേരാണ് അതിന് കൊടുത്തേക്കുന്നത്, ഇസ്രോ. ബ്രൂസ്തോവ ഇസ്രോ, ബ്രൂസ്തോവ ഇസ്രോ. എങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കണം, ബ്രൂസ്ലി എന്നൊക്കെ ഓർക്കുക. ബ്രൂസ്തോവ ഇസ്രോ എന്താണ്? കേരളത്തിലെ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള ജീവി. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അല്ലേ? അപ്പോൾ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണിത്. അതായത് സർക്കാരിനെയും അതുപോലെ തന്നെ ഏത് മേഖലയിൽ, ഇലക്ട്രോണിക് മേഖലയിൽ സർക്കാരിനെയും അതുപോലെ സ്റ്റാർട്ടപ്പുകളെയും അതുപോലെ എന്താണ് സംരംഭങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്? ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. നമ്മുടെ കേന്ദ്ര IT സഹമന്ത്രി ഉണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖർ, അല്ലേ? കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. മാർച്ചിലാണ്. മാർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലമാണ്, അല്ലേ? അപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ടാണ് ആര് മത്സരിക്കുന്നത്? ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ശരി, അടുത്ത ഒരു ചോദ്യത്തിലോട്ട്. ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ സെൽഫറി, ഈ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ സെൽഫറി, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ സെൽ, അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ സെല്ല് കൊണ്ട് പ്രവർത്തിക്കുന്ന ഫെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോട്ട് പോലുള്ള സാധനങ്ങൾ, അതായത് സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബോട്ട് പോലത്തെ സാധനങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ സെൽ ഫെറി അല്ലെങ്കിൽ വെസൽ, ആ യാനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, അത് നിർമ്മിക്കപ്പെട്ടത് ഏത് കപ്പൽ നിർമ്മാണശാലയിലാണ്? ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ സെൽ ഫെറി അല്ലെങ്കിൽ വെസൽ നിർമ്മിക്കപ്പെട്ടത് ഏത് കപ്പൽ നിർമ്മാണശാലയിലാണ് എന്ന് ചോദിച്ചാൽ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. എവിടെയാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. വയോജന സൗഹൃദ നഗരം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് നഗരത്തെയാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് നഗരത്തെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏതാണ്? കൊച്ചി എന്നാണ്, അല്ലേ? അപ്പോൾ തദ്ദേശീയ നിർമ്മിത ആദ്യ ഹൈഡ്രജൻ സെൽ ഫെറി അത് എവിടെയാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് നഗരത്തെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, വനിതാരത്നം പുരസ്കാരം 2024. വനിതാരത്നം പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ് വനിതാരത്നം പുരസ്കാരം. അപ്പോൾ വിവിധ മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ എന്താണ് മികവ് കാണിച്ചിട്ടുള്ള വനിതകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വനിതാരത്നം പുരസ്കാരം 2024. ഇപ്പോൾ 2024 വനിതാരത്നം പുരസ്കാരം സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ 4 പേർക്കാണ് വനിതാരത്നം പുരസ്കാരം ലഭിച്ചത്. ആ 4 പേർ ആരൊക്കെയെന്ന് ഓർത്ത് വയ്ക്കുക. ഒന്ന് ട്രീസ ജോളി, ഒരു കായിക താരമാണ്. ആര്? ട്രീസ ജോളി. അപ്പോൾ 2024 വനിതാരത്നം പുരസ്കാരം കായിക മേഖലയിൽ നേടിയതാര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ട്രീസ ജോളി എന്നാണ്. ഇനി അടുത്ത പേര് ജിലുമോൾ തോമസ്. ഈ പേര് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. 2 കൈകളുമില്ലാത്ത ഒരാൾക്ക് ഈ അടുത്ത കാലത്ത് എന്ത് കിട്ടി? ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് ആർക്കാണെന്നറിയാമോ? ജിലുമോൾ തോമസിനാണ്, അല്ലേ? 2 കൈകളുമില്ലാത്ത ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അതൊരു അത്ഭുതമാണ്, ചരിത്രമാണ്. അപ്പോൾ അങ്ങനെ നേടിയ വനിതയാണ് ആര്? ജിലുമോൾ തോമസ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പെൺകൊച്ചിനെ പരിചയപ്പെടാം, വിജി പെൺകൂട്ട്.
പെൺകൂട്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വനിതയാണ് വിജി പെൺകൂട്ട്. പെൺകൂട്ട് എന്ന് പറയുന്ന അവരുടെ ഒരു സംഘടനയാണ്, അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് പെൺകൂട്ട്. അപ്പോൾ ഈ രണ്ട് വനിതകൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? വനിതാ രത്ന പുരസ്കാരം 2024 ലഭിച്ചിട്ടുണ്ട്. ട്രിസ ജോളിക്ക് ലഭിച്ചു. കായിക മേഖലയിലെ മികവിനാണ്. അതേസമയം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച വനിത എന്നുള്ള വിഭാഗത്തിലാണ് ജിലുമോൾ തോമസിനും വിജി പെൺകൂട്ടിനും 2024 വനിതാ രത്നം പുരസ്കാരം ലഭിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വനിത ശ്രദ്ധിച്ചു വയ്ക്കണം, അന്നപൂർണി സുബ്രഹ്മണ്യം. അന്നപൂർണി സുബ്രഹ്മണ്യം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞയാണ്. ആര്? അന്നപൂർണി സുബ്രഹ്മണ്യം. ആദിത്യ L1 അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ആദിത്യ L1 ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് അന്നപൂർണി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വനിത. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് അവർക്കും 2024 വനിതാ രത്നം പുരസ്കാരം ലഭിച്ചു. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് അന്നപൂർണി സുബ്രഹ്മണ്യത്തിനും 2024 വനിതാ രത്നം പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ആ 4 വനിതകളെ ഓർത്തു വയ്ക്കണം: ട്രീസ ജോളി, ജിലുമോൾ തോമസ്, വിജി പെൺകൂട്ട്, അന്നപൂർണി സുബ്രഹ്മണ്യം. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഫാൻറ്റാസ്പോർട്ടോ പോർച്ചുഗലിലെ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് ഫാൻറ്റാസ്പോർട്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഫാൻറ്റാസ്പോർട്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാള നടൻ ആരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്, 100% പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഫാൻറ്റാസ്പോർട്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാള നടൻ ആര് എന്ന് ചോദിച്ചാൽ ടോവിനോ തോമസ് ആണ്. ആരാണ്? ടോവിനോ തോമസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പോർച്ചുഗലിൽ വെച്ച് നടന്ന ഫാൻറ്റാസ്പോർട്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാള നടൻ ടോവിനോ തോമസ് ആണ്. അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയിലെ അഭിനയത്തിന്, മലയാള സിനിമയാണ്, ഡോക്ടർ ബിജു എന്ന് പറയുന്ന ആൾ സംവിധാനം ചെയ്ത സിനിമയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു ശിഷ്യനായിട്ടൊക്കെ വരും. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? അദൃശ്യ ജാലകങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആർക്ക് കിട്ടിയത്? ടോവിനോ തോമസിന് ഫാൻറ്റാസ്പോർട്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചുള്ളൂ. മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് വരുന്ന ക്ലാസ്സിനകത്ത് നൽകാം. അപ്പോൾ അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ ക്ലാസ്സുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.